ഹായ് നമസ്കാരം. ഇന്ന് കുക്കിംഗ് വീഡിയോ. ഇന്ന് സാമ്പാറാണ് കേട്ടോ രാവിലെ ആക്കിയതാണ്. പിന്നെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റപ്പോൾ സാധാരണ എഴുന്നേറ്റാലും അവിടെ മടി പിടിച്ച് കിടക്കാറ് പതിവ്. ഇന്ന് 4:45 എഴുന്നേറ്റ്, പിന്നെ കിടന്നാൽ ഉറങ്ങിപ്പോവും. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെച്ച് ലളിത സഹസ്രനാമം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ രാവിലെ ഇഡലിക്ക് വേണ്ടി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ട് വിളക്ക് വയ്ക്കാൻ പോയി. മോള് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഉരുളക്കിഴങ്ങില്ലാന്ന് ചോദിച്ചിട്ട് അവൾ 2 ഉരുളക്കിഴങ്ങ് നന്നാക്കി വെച്ചു. അപ്പം ഞാൻ എന്തിട്ട് ആ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഒരു ബീട്രൂട്ടും ഒരു കഷ്ണം ചേനയും ചേർത്ത് വേവിച്ചു. ഇനി അത് കാച്ചാൻ പോവാണ്. പിന്നെ അതൊരു വഴുതനങ്ങ കൂടി വഴറ്റിയിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി കുത്തിച്ചതച്ച്. തേങ്ങ വറുത്തരച്ച നല്ല കട്ടി സാമ്പാറുണ്ട് ഞങ്ങൾക്കിഷ്ടം. അവിടെ ദ്രുപതൊക്കെ ഇത് കോരി കഴിക്കും. നിറയെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ചേന, നേന്ത്രക്കായ, കൊത്തമര, വഴുതനങ്ങ, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, സവോള, തക്കാളി, ക്യാരറ്റ്, ഇത്രയും കഷ്ണങ്ങൾ. അപ്പോൾ അത് വെന്തു. പിന്നെ വെള്ളം വറ്റാൻ വെച്ചതാണ്, കുക്കറിലാണ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ തൃശ്ശൂർക്കാരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വേവിച്ചിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ച് മൂപ്പിച്ച് അതിലേക്ക് ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളക്, ഇത് വാങ്ങിച്ച ചില്ലിയാണ്, ശരിക്കും ചതഞ്ഞിട്ടൊന്നുമില്ല. മിക്സിയിലാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഇതാക്കും, കുറച്ചും കൂടി പൊടിയാക്കും. ഇത്രയും മതി, നല്ല എരിവുള്ളതാണ്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തട്ടും. ആ നീളത്തിലുള്ള വഴുതനങ്ങ വഴറ്റിയത് ഒരു ചേഞ്ച്. അപ്പോൾ ഇത് മൂത്തു. ഇനി ഇതിലേക്ക് നല്ല ഗാനമേളല്ലേ. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് മെഴുക്ക് പുരട്ടി എന്നുള്ള പേരൊന്നുമില്ല കേട്ടോ. മെഴുക്ക് പുരട്ടി, തിരുവനന്തപുരംകാർ വിഴുക്ക്, ഞങ്ങൾക്ക് ഉപ്പേരിയാണ്. ഇങ്ങനത്തെ എല്ലാം ഉപ്പേരി എന്ന് പറയാം. പിന്നെ അതും സംഭവം മെഴുക്ക് പുരട്ടി തന്നെയാണ്. എന്നാലും ക്യാബേജ് തോരൻ, ബീൻസ് തോരൻ, അങ്ങനെയുള്ള തോരൻ എന്നുള്ള പ്രയോഗമൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഞാൻ കോട്ടയത്ത് നഴ്സിങ്ങിന് പോയതിന് ശേഷമാണ് തോരൻ എന്നുള്ള വാക്കൊക്കെ നാവിലെത്തിയത്. പക്ഷേ ഇവിടെ ഉള്ളവരൊക്കെ ക്യാബേജ് ഉപ്പേരി, പയറുപ്പേരി, ബീൻസ് ഉപ്പേരി, എല്ലാത്തിനും ഉപ്പേരി എന്ന് പറയാം. അപ്പോൾ അത് റെഡി. ഞാനേ ബീട്രൂട്ടിൻ്റെ കട എത്തിയപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ